പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം പഞ്ചായത്തിലുള്ള മേത്തൊട്ടി എന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു അടിപൊളി ഒരു സ്ഥലമാണേ. ഇതുണ്ടോ, ഒരു തോടാണ് കേട്ടോ. ആ തോട് ഒഴുകി താഴെ ചെല്ലുമ്പോഴത്തേക്കും അടിപൊളി ഒരു വെള്ളച്ചാട്ടമായിട്ട് അങ്ങ് മാറുകയാണേ. അപ്പം ഈ മഴ കുറവായതുകൊണ്ട് തോട്ടിൽ വെള്ളം കുറവാണ്, എന്നാലും വെള്ളച്ചാട്ടം ചെറിയ രീതിയിലൊക്കെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ തോട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ടേ. ഇത് ഓരോ വീടുകളിലേക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ഇങ്ങനെ ഒരു ഓസ് വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടേക്കുവാണ്. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഇത് കണ്ടല്ലേ. എന്നിട്ടിങ്ങനെ ഓസ് പൊങ്ങി പോകാതിരിക്കാനായിട്ട് കുറേ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മോട്ടറിൻ്റെയും കറണ്ടിൻ്റെയും ഒന്നും സഹായമില്ലാതെ വെള്ളം കൊണ്ടുപോകുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ കുറേ ഓസുകളൊക്കെ ഇതിലേക്ക് ഇട്ട്, പിന്നെ ഇവിടുന്ന് അടിച്ചെടുക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് ആ പൈപ്പ് കണ്ടില്ലേ, അത് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒത്തിരി വെള്ളം ഈ ഒരു വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമമാണല്ലോ, ഈ രീതിയിലൊക്കെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് കേട്ടോ. അത് വെള്ളം പമ്പ് ചെയ്ത് എടുക്കുന്നത് തന്നെയാണ്. കണ്ടോ, നമുക്ക് കാണാം. കണ്ടോ, അതിൻ്റെ വാൽവ് കാണാം. പ്രകൃതിയുടെ സംഗീതം, ചീവീടുകളുടെ കരച്ചിൽ കേട്ടില്ലേ, അതൊക്കെ കേട്ടോണ്ട് ഈ തണലത്ത് നിൽക്കാൻ തന്നെ ഒരു ആശ്വാസം. ഈ കൊടും വേനലായിട്ട് പോലും ഈ തോട്ടിലെ വെള്ളം കംപ്ലീറ്റ് അങ്ങനെ വറ്റിപ്പോയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ചെറിയ രീതിയിലൊന്നുമല്ല, അത്യാവശ്യം വെള്ളം ഉണ്ടെന്ന് തന്നെ പറയാം. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, പിന്നെ ചെറിയ ഒഴുക്കുമുണ്ട്. ഇപ്പോൾ മഴക്കാലത്ത് എന്തായിരിക്കും അല്ലേ, നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞു പോകുന്ന ഒരു തോടായിരിക്കും. ചേട്ടൻ കൊല വെട്ടാൻ വന്നാണോ? ഇതിവിടെ നിന്ന് പഴുത്താണോ? ഒടിഞ്ഞ് ചാടി കിടന്നതല്ലേ. അത് കണ്ടില്ലേ. ഈ തോട് എവിടെ നിന്ന് തുടങ്ങുന്നതാ? ചെപ്പുകുളത്ത് നിന്നാ? അതെ. മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും അല്ലേ. ഇവിടെ കയറൂലേ പറമ്പിൽ? അതെ. ഇത് പെടന്നു പോയത് അറിഞ്ഞില്ലേ, പഴുത്തത് അറിഞ്ഞില്ലേ? ഇത് കണ്ടത്. കുഴപ്പമില്ല. ഞാലിപ്പൂവനാണോ? വേണ്ട ഒരു മതി. നല്ല പഴുത്ത്. ചേട്ടൻ്റെ ആണോ പറമ്പ് ഇത് മൊത്തം? അതെ അല്ലേ. വലിയൊരു പറമ്പാണേ. അപ്പോൾ ഇതിലേക്ക് നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും കേട്ടോ. ഇപ്പോഴീ പാമ്പുകളാണല്ലോ താരം. ഇവിടെ തണുപ്പുള്ളതുകൊണ്ടേ ഈ പുല്ലിൻ്റെ അടിയിൽ കയറി കിടക്കും, നമ്മൾ കാണില്ല. ഇവിടെയാണ് കേട്ടോ വെള്ളച്ചാട്ടം. കണ്ടില്ലേ, താഴെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരു പൂള് പോലെ കാണാം. ഈ വഴി പോണ വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളം കുറവാണല്ലോ ഇപ്പം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കുറുവാക്കയം എന്നാണേ. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം, കുറുവാക്കയം അല്ലേ. കുറുവാക്കയം എന്നാണ് പേര്. അത് വലിയൊരു കയമാണ് കേട്ടോ. അവിടെ അത്യാവശ്യം വെള്ളമുണ്ട്, ഇപ്പോഴും വെള്ളമുണ്ട്. മൂടി വെള്ളമുണ്ടോ? നമ്മളെ മൂടി വെള്ളമുണ്ടോ? ഇല്ല. കൊള്ളാം. എന്തായാലും മഴക്കാലത്ത് വരണം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴയിൽ നിന്നാണ് വന്നത്. തൊടുപുഴ തിരുവനന്തപുരം, തൊടുപുഴ ആലക്കോട്, കലയന്താനി, ഇളന്തേശം, പന്നിമറ്റം കഴിഞ്ഞ് പൂമാല എത്തുന്നതിന് മുൻപായിട്ടാണ്. ഇത് കണ്ടില്ലേ. ഇതിലേക്ക് നടന്നു പോയാൽ മതി. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാം കേട്ടോ. തൊടുപുഴയിൽ നിന്ന് 17 കിലോമീറ്ററാണുള്ളത്. ഇനി നമുക്ക് പൂമാല ടൗണിൽ ചെല്ലണം. അവിടുന്നാണ് നമുക്ക് മേത്തോട്ടിലേക്ക് പോകേണ്ട കേട്ടോ. ഇവിടുത്തെ റോഡുകളൊക്കെ നോക്കി നല്ല നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്നൊക്കെ എപ്പോഴും തന്നെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ ഇവിടേക്ക്, പൂമാല വരെ. നമ്മൾ പൂമാല ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് പൂമാല ടൗണിലേക്ക്. പൂമാല ടൗണൊക്കെ ഈ വെള്ളിയാമറ്റം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നതാണേ. അപ്പോൾ മേത്തൊട്ടി നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇതൊക്കെ പൂമാല ടൗണിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ പൂമാല ടൗണിൻ്റെ ഒരു മെയിൻ ഭാഗം എന്ന് വിശേഷിപ്പിക്കാം കേട്ടോ. ഇവിടെ കുറേ കടകളും പിന്നെ സ്കൂളും കുടുംബാരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഈ ടൗണിൽ നിന്ന് നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഞണ്ട്രിക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താവേ. അപ്പോൾ ഇപ്പോൾ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെള്ളം ഒട്ടും കാണില്ല കേട്ടോ.
ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് വീണ്ടും നേരെയാണ് പോകേണ്ടത് ഇവിടുന്ന് മേത്തൊട്ടിയിലേക്ക്. അപ്പോൾ ബസ്സുകളൊക്കെ തൊടുപുഴ ഭാഗത്തുനിന്ന് ഈ പൂമാല വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളീ പോകുന്ന മേത്തൊട്ടി ഗ്രാമത്തിലേക്ക് ഒരു ബസ് എന്തോ ഉണ്ട്, ഒരു പ്രൈവറ്റ് ബസ്സാണ്. ഇനി നമ്മൾ വലിയൊരു മലയുടെ മുകളിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേനും റോഡിൻ്റെ വീതിയെ കുറഞ്ഞു കേട്ടോ. ആ ഒരു പഴയ വഴി തന്നെയാണേ. അടിപൊളി. ഇതിൻ്റെ അകത്ത് കയറിയത് ശരിക്കും പറഞ്ഞാൽ എ സിക്കകത്ത് കയറിയ ഒരു ഫീല്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഒത്തിരി വീടുകൾ കാണാം നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ. ശരിക്കും ഒരു വനത്തിൻ്റെ അകത്തേക്ക് കയറിയ അതേ ഒരു ഫീല് തന്നെ കേട്ടോ. മിക്കവാറും പണ്ട് വനം ആയിരുന്നിരിക്കാം ഈ താമസമൊക്കെ ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട്. നല്ല കുത്തനെയുള്ള കയറ്റവും പുതിയ വളവുകളൊക്കെയാണുള്ളത്. അപ്പോൾ ഈ മേത്തൊട്ടി എന്ന പേരിൽ 2 ഗ്രാമങ്ങളുണ്ട് കേട്ടോ. പടിഞ്ഞാറേ മേത്തൊട്ടി ഉണ്ട്, കിഴക്കേ മേത്തൊട്ടി ഉണ്ട്. അങ്ങനെ ഇതുണ്ടല്ലേ, ആ വളവുകൾ തീരുന്നില്ല. ഇവിടെ ഈ കൊക്കോയും റബ്ബറും കാപ്പി കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ കയറ്റമൊക്കെ കയറിയത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. ഇവിടുന്ന് ഇടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറേ മേത്തോട്ടിലേക്ക് എത്താം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കിഴക്കേ മേത്തോട്ടിലേക്ക് വരാം കേട്ടോ. ഈ പടിഞ്ഞാറേ മേത്തോട്ടിലേക്ക് ബസ്സില്ല, താഴെ വരെ ഉള്ളൂ കേട്ടോ. കിഴക്കേ മേത്തൊട്ടിയിലേക്കാണ് ബസ് വരുന്നത്. ഇതിങ്ങനെ കോൺക്രീറ്റ് ഇട്ടൊരു വഴിയാണ്. ഇവിടെ ഈ പറഞ്ഞാൽ ഒത്തിരി വീടുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പടിഞ്ഞാറേ മേത്തൊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശരിക്കും ഒരു വനത്തിൻ്റെ ഉള്ളിൽ കയറിയ അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. വനത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള വലിയ മരങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ. അതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മുടെ ഇടുക്കി ഉപ്പുകുന്ന് ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ കളിയൊന്നും നടക്കുന്നില്ല എന്ന് തോന്നും. പുല്ലൊക്കെ കയറി കിടക്കുകയാണ്. നല്ല ശാന്ത സുന്ദരമായൊരു പ്രദേശം. ഈ ഒരു കൊടിയ വേനലായിട്ട് പോലും നല്ല സുഖമായിട്ട് ഇവിടെ നിൽക്കാനായിട്ട്. നല്ല റോഡുകളൊക്കെ നല്ല കോൺക്രീറ്റ് ചെയ്ത് ഇട്ടേക്കുന്ന വഴികളൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ വീടുകളും കടകളൊക്കെ ഉണ്ടേ. പിന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമുക്കൊരു കാണിക്ക വഞ്ചി കാണാം കണ്ടോ. ആ മുന്നിൽ കാണുന്ന കണ്ടില്ല, മേളിൽ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഉപ്പുകുന്ന് പാറമട ഏരിയയാണ്, കുളമാവ് ഭാഗമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് അതിൻ്റെ താഴെയായിട്ടാണ് ഈ മേത്തൊട്ടി ഗ്രാമമുള്ളത്. പേര് രാധാകൃഷ്ണൻ. ഞാൻ താമസിക്കുന്ന പൂമാലയാണ്. ഇത് മേത്തൊട്ടി, കിഴക്കേ മേത്തൊട്ടിയുണ്ട്. അത് ഇവിടുന്ന് ഒരു 700 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം, കിഴക്കോട്ട് പോകണം. ഇത് പടിഞ്ഞാറേ മേത്തൊട്ടി. ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. കൂടുതലും ST ആണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അല്ലാതെ മലയേരിയൻ, ഊരാളി, ക്രിസ്തമതങ്ങൾ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ 3 ക്ഷേത്രങ്ങളുണ്ട്. കിഴക്കമ്പല ഭദ്രകാളി ക്ഷേത്രം, പിന്നെ ഇത് നെടിയേറ്റ് മഹാദേവ അയ്യപ്പ ക്ഷേത്രം. ഇവിടെ നിന്നൊരു 500 മീറ്റർ പോയാൽ മതി. 500 മീറ്റർ 300 മീറ്റർ പോയി കഴിഞ്ഞാൽ ശരംകുത്തി ഭദ്രകാളി ക്ഷേത്രം. 500 വർഷമായിട്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഫോറസ്റ്റായിരുന്നു, ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ഇപ്പോഴും ഫോറസ്റ്റിൻ്റെ ഇവിടെ ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ഓഫീസുണ്ട്. ഇവിടെ സെറ്റിൽമെൻറ്റ് ഏരിയയും കൂടെ ആയിരുന്നു. ഗിരിജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇവിടെ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ബസ് കിഴക്കേ മേത്തൂരി ഇവിടെ പോകും. ഈ വഴിക്ക് പോയി ചെപ്പോളം, ഇല്ല എന്ന് കരിമണ്ണൂർക്ക് ചാടാം. കരിമണ്ണൂർക്കല്ല, ചെപ്പോളം കഴിഞ്ഞ് കരിമണ്ണൂർ തൊടുപുഴ റൂട്ടേക്ക് പോകാം. ഇവിടെ താമസക്കാരുണ്ട്. 600 വീടുകളുണ്ട് ഈ ഭാഗത്ത് തന്നെ. യാത്രാ സൗകര്യം ഒരു ബസ്സുണ്ട്, ഒന്നല്ല, ഒരു 3-4 ബസ്സുണ്ട്. അത് ആ കിഴക്കേ മേത്തൊട്ടിയിലേക്കാണ്. പിന്നെ ഇങ്ങോട്ട് എല്ലായിടത്തും ഈ കോൺക്രീറ്റ് പോലെ റോഡൊക്കെ ഉണ്ട്. ഒരു ഡെവലപ്പായൊരു സ്ഥലമാണ് അത്. കൃഷികൾ കൂടുതൽ ഈ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ഫോറസ്റ്റിലെല്ലാം ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം താഴെ വളരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റബ്ബറുണ്ട്, പിന്നെ കപ്പ, പിന്നെ അങ്ങനെയുള്ള ചെറിയ നടിയിൽ മൃഗങ്ങളുടെ ശല്യമുണ്ട്. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ കപ്പയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പന്നിയൊക്കെ വന്ന് കൊണ്ടുപോകും. പന്നി ശല്യമൊക്കെ ഉള്ള സ്ഥലമാണ്. അഖില തിരുവിതാംകൂർ മലയറേ മഹാസഭയുടെ ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് കേട്ടോ. മേത്തൊട്ടി ശാഖയുടെ
ഈ ഒരു ഭാഗത്തൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ടേ. ഇതെന്താണ്, വീടാണോ അതൊരു കടയായിരുന്നു കേട്ടോ, പഴയൊരു കടയായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. മൊത്തം അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി സംഭവം. ഇതെന്ത് കടയായിരുന്നു ചേട്ടാ? ഇതെന്ത് കടയായിരുന്നു? അതെ അല്ലേ? ആ, ഈ കടയൊക്കെ മാറി, അവിടെ കടയുണ്ടല്ലോ ഇപ്പം. ആ ശരി, അത് നേരത്തെ അല്ലേ പലചരക്ക് കടയൊക്കെ ആയിരുന്നു പറഞ്ഞത്. ആ, ഇതെന്നാ പറ്റി, ഇതിങ്ങനെ പോയത് കൊണ്ട് മാറിയതല്ലേ? ആ, കാലപ്പഴക്കം കാരണം. ആ ആ, ഇവിടെ ആ ഒരു കട മാത്രമേ ഉള്ളോ? അതേ ഉള്ളൂ അല്ലേ, ഈ പടിഞ്ഞാറേ മേത്തൊട്ടിയില്ലേ? ഉണ്ട്. ആ, പേര് ടി.ഐ. നാരായണൻ എന്നാണ്. ടി.ഐ. നാരായണൻ. ഞാൻ മേത്തൊട്ടി, അതായത് വെള്ളിയാമറ്റം പഞ്ചായത്ത് ഇപ്പോഴത്തെ പുതിയ 7ാം വാർഡിലെ ഗുരുമുപ്പനാണ്. അപ്പോൾ ഞങ്ങളിവിടെ മേത്തൊട്ടിയിൽ 2 ഗുരുമുപ്പന്മാരുണ്ട്. അതിലാദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗുരുമുപ്പനാണ് ഞാൻ. അപ്പോൾ ഇവിടെ ധാരാളം വികസനങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. വികസനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ റോഡുകൾ ഈ ഫോറസ്റ്റിൽ നിന്നുള്ള തടസ്സങ്ങൾ മൂലം ഞങ്ങൾക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്യാനോ ടാറിങ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. ഇപ്പോഴും ടാറിങ് അവിടെ കൊണ്ടൊന്ന് വെച്ചിരിക്കുക. ആ കവലയ്ക്ക് ഇരിക്കുന്നുണ്ട്, 1 വർഷം കഴിഞ്ഞു കൊണ്ടു വെച്ചിട്ട് ഇതുവരെയായിട്ടും നടപടിയൊന്നും ആയിട്ടില്ല. വേറെ തടസ്സങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്, കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ കോൺക്രീറ്റ് റോഡോ ഇത്? കോൺക്രീറ്റ് ഇതൊക്കെ ഈ ഫോറസ്റ്റുകാരുടെ ഒരു സ്വാധീനം വെച്ച് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ അവർ അനുവദിക്കുന്നില്ല. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ വർഷവും തോറും ചെറിയ ചെറിയ ഫണ്ടുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളൊക്കെ ഉള്ളൂ. പിന്നെ ബ്ലോക്കിൻ്റെ എളുപ്പം കിട്ടും. ആ ബ്ലോക്കിൻ്റെ കിട്ടിയാൽ ഇച്ചിരി കൂടുതൽ കിട്ടും. പഞ്ചായത്തിൻ്റെ വെറും കൂടിപ്പോയാൽ 5 ലക്ഷം രൂപയുടെ ഒരു പ്രവർത്തനമൊക്കെ കാണുകയുള്ളൂ, അല്ലാതെ കാണുകയില്ല. അതുപോലെ തന്നെ ഈ പട്ടയം ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും പട്ടയം തന്നിട്ടില്ല. വർഷങ്ങളായി 10-50 വർഷമായിട്ട് പട്ടയാപേക്ഷകൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല. ആ ഒരു ആദിവാസിക്ക് പോലും കിട്ടിയിട്ടില്ല. ഞാൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മൂപ്പനാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി വികസനങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടതായിട്ട് റോഡുകളാണ് പ്രധാനം. അപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കട ഇവിടേക്ക് നല്ലൊരു കെട്ടിടം പണിത് ഇവിടേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കടയോട് ചേർന്നാണ് ഇവിടുത്തെ ഈ മേത്തൊട്ടി ഗ്രാമത്തിലെ അങ്കണവാടി പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇതൊരു പുതിയൊരു കെട്ടിടത്തിലാണ്. പഴയ അങ്കണവാടി ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ? ഇപ്പോൾ ക്ലാസ്സുള്ള ടൈമല്ലല്ലോ, പിള്ളേരൊന്നും കാണില്ല അല്ലേ? അത് തന്നെ, ചൂടായതുകൊണ്ട്. ഇവിടെ എത്ര പിള്ളേരുണ്ട്? 10 പേരേ ഉള്ളൂ. ഇവിടെ ഉള്ള ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയല്ലേ? അതെ. നേരത്തെ അങ്കണവാടി ഇവിടെ തന്നെ ആയിരുന്നോ? ഇതിപ്പോൾ പണിതിട്ട് എത്ര നാളായി? ഈ ഒക്ടോബറിൽ ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ അല്ലേ? ശരി. അപ്പം ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് നമുക്കിവിടെ വേറെ ഒരു കെട്ടിടം കാണാം. ഇത് ഇവിടുത്തെ ഗിരിജൻ മഹിളാ സമാജത്തിൻ്റെ ഒരു ഓഫീസാണ്. ഇതിപ്പോൾ നിലവിലിവിടെ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹരിതകർമ്മസേന അവർ കളക്ട് ചെയ്യണ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം ചാക്കിലാക്കി വെച്ചേക്കുന്നുണ്ടല്ലോ. അത് ഇപ്പം അവർ സൂക്ഷിക്കാനായിട്ട് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞില്ലേ ഇവിടെ 2-3 അമ്പലങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിലൊരു അമ്പലമാണ് ആ കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ പേരെന്താ? ശരംകുത്തി ഭദ്രകാളി ക്ഷേത്രം. ഇത് ദേവസ്വം ബോർഡിൻ്റെ ആണോ? അല്ല. ഓക്കെ, കുടുംബക്ഷേത്രം അല്ലേ? ഉത്സവം ഉണ്ടാവാറ് മീനഭരണി. അപ്പോൾ കഴിഞ്ഞോളല്ലോ. ശരി. ഇവിടെ ഒരു സർപ്പത്തറയൊക്കെ നമുക്ക് കാണാം. ഇവിടെ പൂജ എങ്ങനെയാ ചേട്ടാ? എല്ലാ ദിവസവും എങ്ങനെയാ പൂജ? എങ്ങനെയാ? മാസപൂജയാണോ? അന്നേരം തുറക്കുള്ളൂ. ഇവിടെ നമുക്കൊരു പെട്ടിക്കട കാണാം. ചേട്ടൻ്റെ ആണോ ഈ കട? അല്ലല്ലേ? തുറക്കാറില്ലേ? മുറുക്കാൻ കടയാണോ? അതെ അല്ലേ? ഓല മേഞ്ഞേക്കുന്ന അല്ലേ? ഓല മേഞ്ഞിട്ട് മുകളിൽ പടുതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വഴി നേരെ പോയാൽ നമുക്ക് ചെപ്പുകുളം കരിമണ്ണൂർ ഭാഗത്തേക്ക് എത്താം കേട്ടോ. കോൺക്രീറ്റ് വഴിയാണ്. ഈ കോൺക്രീറ്റ് വഴി മൊത്തം അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ ഇവിടെ ഈ വഴി മോശമാണെന്ന് പറഞ്ഞാൽ അവിടെ കയറി വന്ന ഭാഗത്താണോ? അതല്ലേ, കുറച്ച് ഭാഗത്തല്ലേ ആ ടാറിട്ടേക്കുന്നേ? അതെ അല്ലേ? ഈ ജംഗ്ഷനിൽ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ താഴേക്ക് കുറച്ച് ദൂരം പോയാൽ ആ ക്ഷേത്രത്തിലേക്ക് നെടിയേറ്റ് ശ്രീ ധർമ്മശാസ്ത്ര മഹാദേവ ക്ഷേത്രം. മേത്തൊട്ടി നെടിയേറ്റ് റോഡെന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത് കേട്ടോ. മിക്കവാറും ഈ വഴിയുടെ കാര്യമായിരിക്കും ചേട്ടൻ പറഞ്ഞത്, വഴി മോശമാണെന്ന് പറഞ്ഞത്. കുറേ ഇടയൊക്കെ ഇങ്ങനെ ടാറിങ്ങൊക്കെ ചെയ്തേക്കുന്നത് പോയി കിടക്കുവാണേ.
കാരണം അത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി വീടുകളും നമുക്ക് കാണാം കേട്ടോ. ഇവിടെ കൊണ്ട് ഈ കോൺക്രീറ്റ് റോഡ് തീരുവാണ്. ഇത് അമ്പലത്തിൻ്റെ മുറ്റത്തേക്കാണ് ചെല്ലുന്നത്. മേത്തൊട്ടി നെടിയേറ്റ് റോഡ് ഇവിടെ കുറച്ച് ഭാഗത്താണ് ഓഫ് റോഡ് ഉള്ളൂ കേട്ടോ. പിന്നെ മുന്നോട്ട് കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വഴി അങ്ങനെ മുന്നോട്ട് തുടർന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ക്ഷേത്രമുള്ളത്. ക്യാനൺ ഫയർ ബോൾ ട്രീ, നമ്മൾ മലയാളത്തിൽ സർപ്പഗന്ധി എന്നൊക്കെ വിളിക്കുന്ന ഒരു മരമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിലൊരു കായ ഉണ്ടാവും നല്ല വലുപ്പത്തിൽ. അപ്പോൾ അത് ഈ പീരങ്കിയുടെ വെടിയുണ്ട പോലെ ആ ഒരു ഷേപ്പിലാണുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടുന്നത് ക്യാനൺ ഫയർ ബോൾ ട്രീ. അതുകൂടാതെ തന്നെ ഇതിലൊത്തിരി പൂക്കളുണ്ടാവും. കണ്ടില്ല, ഇതിലിപ്പോൾ നിലവിൽ ആ കായില്ല കേട്ടോ, എന്നാൽ പൂക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും സർപ്പഗന്ധി എന്ന് വിളിക്കുന്നത്? സർപ്പത്തിൻ്റെ ഗന്ധം ഉള്ളതുകൊണ്ടായിരിക്കുമോ? ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ക്ഷേത്രം കണ്ടില്ലേ, നല്ലൊരു ആംബിയൻസിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഒരു വന്യതയൊക്കെ തോന്നുന്നുണ്ട്. അതുപിന്നെ വനമാണ്, കണ്ടില്ലേ, അതൊക്കെ ഫോറസ്റ്റാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. ശാസ്താവും മഹാദേവനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠാദിനം ഉത്സവമായിട്ട് ആഘോഷിക്കും. അത് ഏപ്രിൽ മാസം ആദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ പടിഞ്ഞാറേ മേത്തൊട്ടിയിൽ നിന്ന് ഇനി നമ്മൾ കിഴക്കേ മേത്തൊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പടിഞ്ഞാറേ മേത്തൊട്ടിയിലേക്ക് പോകുന്ന ഈ വഴി കണ്ടില്ല, അത് ടാർ ചെയ്യാനായിട്ട് കൊണ്ടിറക്കി വെച്ചേക്കുന്ന വീപ്പകളാണ് കേട്ടോ. ടാറാണ് അത്. മറിഞ്ഞ് അടിയിട്ട് അതിൻ്റെ ടാറെല്ലാം ഉരുകി താഴെ കിടക്കണണ്ടില്ലേ. പണികളൊന്നും ആരംഭിച്ചിട്ടില്ല കേട്ടോ. കുറേ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞാണ് കിടക്കുന്നത്, കോൺക്രീറ്റ് എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ളത്. അങ്ങനെ പടിഞ്ഞാറേ മേത്തൊട്ടിയിൽ നിന്ന് കിഴക്കേ മേത്തൊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പടിഞ്ഞാറേ മേത്തൊട്ടി പോലെയല്ല, ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കടകളൊക്കെ ആണെങ്കിലും കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മിനി സൂപ്പർ മാർക്കറ്റൊക്കെ കാണാം. പിന്നെ കുറേ വീടുകളുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറേ മേത്തൊട്ടിയിൽ ഉള്ള പോലെ ഒരു അങ്കനവാടി ഇവിടെ ഉണ്ട് കേട്ടോ. കിഴക്കേ മേത്തൊട്ടിയിലുണ്ട്. ഇപ്രദേശത്തൊക്കെ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. വലിയൊരു കയറ്റം മുന്നോട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ആ കയറ്റം കയറി എത്തിക്കഴിഞ്ഞാൽ ഈ കിഴക്കേ മേത്തൊട്ടിയുടെ തീരുന്ന ഒരു ഭാഗത്തേക്കാണ് ഈ വഴി ചെല്ലുന്നത് കേട്ടോ. ബസ്സൊക്കെ അങ്ങോട്ടേക്ക് സർവീസ് ഉണ്ട് മേളിൽ വരെ. ഈ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കൊക്കോ മരങ്ങളാണ്. എവിടെ നോക്കിയാലും കാണാം കേട്ടോ. ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്ന വലിയ കൊക്കോ തോട്ടങ്ങളൊക്കെ കാണാം. കൊക്കോയുണ്ട്, കാപ്പിയുണ്ട്, റബ്ബറുണ്ട്. എന്നാലും കൂടുതലും കൊക്കോ തന്നെയാണ്. പിന്നെ റബ്ബറുമാണ് കേട്ടോ. നല്ലൊരു കയറ്റമാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളി കാണാം നമുക്ക്. സെൻറ്റ് പോൾസ് കത്തോലിക്ക ദേവാലയം, കോതമംഗലം രൂപതയുടെ പള്ളിയാണ്. കണ്ടോ, ചെറിയൊരു പള്ളി. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊക്കോ തോട്ടങ്ങൾ തന്നെയാണ് കൂടുതലും. പിന്നെ കുറേ അധികം വീടുകൾ നമുക്ക് ഈ റോഡ് സൈഡിൽ തന്നെ കാണാം. കടകളുണ്ട്, അത്യാവശ്യം ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ മലയോര ഗ്രാമത്തിൽ. ഇതൊക്കെ പഴയ ഒരു വീട്, മൺകട്ട കൊണ്ട് കെട്ടിയ വീട്. താമസമൊന്നുമില്ല കേട്ടോ. വീടങ്ങനെ മൊത്തം വീടും കടയും കൂടെ ചേർന്നതായിരുന്നു. ഇവിടെ കട കാണാം, വീടും കടയും കൂടെ ചേർന്ന്. അതും ഒരു കടയാണ്. ഇവിടെ ഒരു കടയുണ്ട്. ഒത്തിരി കടകളുണ്ട് കേട്ടോ. മേളിലേക്ക് എന്നാലും അവിടെയും കടകളുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കുറേ മലകളുടെയൊക്കെ നല്ല ഗംഭീര കാഴ്ചകൾ കിട്ടും കേട്ടോ. അവിടെ കണ്ടില്ല, അതൊക്കെ കുളുമാവിനടുത്തുള്ള ഉപ്പുകുന്ന് മലകളാണ് ആ കാണുന്നത്. ആ ഒരു ഭാഗത്ത് ചുറ്റും മലകളാണേ. ഇവിടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. അവിടെ ആ ഒരു സൈഡിലൊക്കെ ചുറ്റും മലകൾ, കോട്ട കെട്ടിയ പോലെയാണ് കേട്ടോ ഈ ഒരു പ്രദേശം ഉള്ളത്. ഇവിടേക്ക് ഈ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് റീപ്ലാന്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു തൈ റബ്ബറുകളാണ് നിൽക്കുന്നത്. പിന്നെ ചെറിയ രീതിയിൽ കന്നാര കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റബ്ബർ തോട്ടമായിരുന്നു നേരത്തെ, ഇവിടെ വെട്ടിക്കളഞ്ഞിട്ട് കന്നാര ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ചെറിയ റബ്ബർ തൈകൾ നമുക്ക് കാണാം. അപ്പോൾ റബ്ബറും കൊക്കോയാണ് ഇവിടെ മെയിനായിട്ട്. ഇത് കണ്ടോ, ഇതൊരു കൊക്കോ തോട്ടമാണ്. കണ്ടില്ലേ, കൊക്കോ മരങ്ങൾ നിൽക്കുന്നുണ്ടോ. നമ്മൾ പടിഞ്ഞാറേ മേത്തൊട്ടിയിൽ കണ്ട പോലെയുള്ള വലിയ മരങ്ങളൊക്കെ ഇത് ഇവിടെയും കാണാവേ. ഇതിവിടുത്തെ പഴയൊരു കടയായിരുന്നു തോന്നുന്നു. അതിനോട് ചേർന്ന് നമുക്ക് ഇവിടുത്തെ ലൈബ്രറി കാണാം കേട്ടോ. ലൈബ്രറി പ്രവർത്തിക്കുന്നൊരു ബിൽഡിങ്ങാണ് കാണുന്നത്.
ഇവിടെ ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. നമ്മൾ പടിഞ്ഞാറെ മേത്തൊട്ടിയിൽ കണ്ട പോലെ പഴയൊരു കട ഇവിടെ കാണാം കേട്ടോ. അതൊന്നും പ്രവർത്തിക്കുന്നില്ല, അടച്ചിട്ടേക്കുവാണേ. അതുകൂടാതെ 2-3 കടകളൊക്കെ ഇവിടെ ഉണ്ടോ നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ട്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് പോരുന്ന ബസ്സുകളൊക്കെ ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഈ കിഴക്കേ മേത്തൊട്ടിയിൽ ഇവിടെ വന്നിട്ട് സർവീസ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഇവിടുന്ന് ആളുകളൊക്കെ എടുത്ത് നേരെ തിരിച്ച് തൊടുപുഴയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു കടയാണ് കേട്ടോ. പച്ചക്കറി, പലചരക്കും, ബേക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണക്ക മീനുകളുണ്ട്. ചേട്ടാ തണുത്തിരുന്ന അടങ്ങിയാളും എടുത്തു. എത്ര കടകളുണ്ട് ഇവിടെ? 3 കടകളുണ്ടല്ലേ. അവിടെ കാണുന്ന പഴയത് കടയായിരുന്നല്ലേ? ഇല്ല. ആ ഓക്കെ. നേരെ നാരങ്ങാളം എടുത്തു. നല്ല ചൂടല്ലേ? നാരങ്ങാളം കുടിക്കുന്നുണ്ടോ? എത്ര കുടിച്ചിട്ടും കാര്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ദാഹിക്കും. ഇതെന്താ കേട്ടോ ഇത്? ഒട്ടുപാൽ അല്ലേ? ഒട്ടുപാൽ, കശുവണ്ടി, റബ്ബർ ഷീറ്റ് അതൊക്കെ എടുക്കുന്നുണ്ടല്ലേ? കൊക്കോ. ഓക്കെ. ഇവിടെ ഈ കൊക്കോ കൃഷി വ്യാപകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നത് കൊക്കോ സംഭരണ കേന്ദ്രമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട്. കൊക്കോ എടുക്കുന്ന ദിവസവും സമയം കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. കൊക്കോക്ക സംഭരിച്ച് വെച്ചേക്കുന്നുണ്ടില്ല, ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് വീപ്പുകളിലാണ് കേട്ടോ. ഉണ്ടല്ലേ? ഇത് പഴയതാ അല്ലേ? ഓക്കെ. ഇത് ഇന്ന് വന്നാണോ? ഇതിവിടെ ഇവിടുന്ന് എടുത്തുകൊണ്ട് വണ്ടി വരും അല്ലേ കൊണ്ടുപോകാനായിട്ട്? ഉണങ്ങിയത്. ഓ ശരി. പച്ച ഉണക്കി എടുക്കും അല്ലേ? ഇതിലേക്ക് എങ്ങനെയാ വില? ഇതിന് 300 രൂപ ഉണക്കിക്ക്. കിലോയ്ക്ക് 300 രൂപ. പച്ചയാണേലോ? പച്ചക്ക് ഇപ്പോൾ 90. അത്രയും വ്യത്യാസം ഉണ്ടല്ലേ? പിന്നെ ഇത് ഉണങ്ങി എടുക്കുന്നതിൻ്റെ ഒരു 3 കിലോ ഉണങ്ങി 3 കിലോ വെച്ച് ഉണങ്ങിയാൽ 1 കിലോ ഉണക്ക് കിട്ടുള്ളൂ. 3 കിലോ പച്ച ഉണങ്ങിയാലാണ് 1 കിലോ. ശരി. വേണം ഉണങ്ങി കിട്ടും. അതിൻ്റെ ജലാംശം എല്ലാം പോകും, പൾപ്പെല്ലാം പോകുമ്പോഴത്തേനും അല്ലേ? ഇത് എവിടെ? തൊടുപുഴന്ന് വരുമോ? ഒത്തിരി കർഷകരുണ്ടല്ലേ കൊക്കോക്ക? ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ? അപ്പം ഇതിന്ന് എല്ലാ ദിവസവും എടുക്കുന്നില്ല? 3 ദിവസങ്ങളിൽ ആഴ്ചയിൽ 3. ശരി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പറയാറുണ്ട് കേട്ടോ, നമ്മുടെ ഇപ്പം എൻ്റെ തൊടുപുഴ ഉള്ള ഒരു കാലാവസ്ഥയല്ല, ചൂടിന് എന്ത് കുറവാണെന്ന് അറിയാം. ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സുഖമാണ് അല്ലേ? അതെ, ഞാൻ ഓർക്കുകയും ചെയ്തു. അല്ലേ, എ സിക്കകത്ത് കയറിയൊരു ഫീലാണുള്ളത്. നല്ല കാലാവസ്ഥയാണ്. മഴക്കാലത്ത് എങ്ങനെയാണ് ഇവിടെ? അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭം അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല, കുഴപ്പമില്ല അല്ലേ? ഇല്ല. ഇതിവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ബോർഡൊക്കെ കാണാവേ. കിഴക്കുംമല ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം മേത്തൊട്ടി. കേട്ടോ, വലിയൊരു മലയാണ് കാണുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ആ അമ്പലത്തിലേക്ക്. ഇവിടെ ഒരു കടയുണ്ടതേ, അവിടെ ഒരു കടയുണ്ട്. അങ്ങനെ മൊത്തം 2-3 കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. പിന്നെ നേരെ കിടക്കണ വഴിയില്ല, അത് നേരെ എന്നാലും നമുക്ക് ഉപ്പൂന്നിലേക്ക് എത്താം. പക്ഷേ വഴി മോശമാണ്, നമുക്ക് വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പം മേത്തൊട്ടിയിലെ ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കുന്ന ഒരു പോയിൻ്റാണ് ഇത്. തൊടുപുഴയിൽ നിന്ന് വരുന്ന ബസ്സാണ്. തൊടുപുഴയിൽ നിന്ന് പൂമാല വന്നിട്ട് ഇന്ന് മേത്തൊട്ടിക്ക് കയറി വരുന്നതാണ്. ഇതിൽ മൊത്തം 4 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടേ. ഇതിന് 5 ചാലുണ്ടല്ലേ? മൊത്തം 5 ചാലുകളുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ പടിഞ്ഞാറേ മേത്തൊട്ടിയിൽ നിന്ന് കിഴക്കേ മേത്തൊട്ടിയിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഇവിടുത്തെ മേത്തൊട്ടിയിലെ റേഷൻ കട വരുന്നത്. പടിഞ്ഞാറേ മേത്തൊട്ടിക്കും കിഴക്കേ മേത്തൊട്ടിക്കും ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് വരും. മിക്കവാറും 2 കൂട്ടർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ടായിരിക്കുമോ റേഷൻ കട ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ റേഷൻ കട അടച്ചേക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി 4 മണിക്കാണ് ഇത് ഇനി തുറക്കുകയുള്ളൂ. പടിഞ്ഞാറേ മേത്തൊട്ടിയിലെ ബസ് സ്റ്റോപ്പ് കാണിച്ചു തന്നോ? വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇത് കണ്ടിട്ട് സംഗതി എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പഴയ ഡിഷ് ആൻ്റനിയാണേ. അപ്പോൾ വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാനായിട്ട് കണ്ടെത്തേക്കുന്നൊരു ഐഡിയ ആണ്. കൊള്ളാമല്ലേ? മിക്കവാറും ഇത് ഇവിടുത്തെ നാട്ടുകാർ നിർമ്മിച്ചാവാനാണ് വഴി. ഇത് കണ്ടില്ല, ഒരു തറയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡിഷ് ആൻ്റനികളൊന്നും എവിടെയും കാണാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. എന്തായാലും ഐഡിയ പൊളിച്ചിട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, അത് ഇവിടെ ഒരു ഡിഷ് ആൻ്റന, ചെറിയൊരു ഡിഷ് ആൻ്റന നമുക്ക് കാണാം. അപ്പോൾ ഡിഷ് ആൻ്റനകളൊക്കെ വെറുതെ ആക്രിക്ക് കൊടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ? മേത്തൊട്ടി ഗ്രാമം വല്ലാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, പ്രത്യേകിച്ച് പടിഞ്ഞാറേ മേത്തൊട്ടി. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേനും ഈ പുറം ലോകത്ത് ഇത്ര കൊടിയ വേനലാണ്, വലിയ ചൂടാണ് എന്നൊന്നും നമ്മൾ ഓർക്ക് പോലുമില്ല. മരങ്ങൾ കൊണ്ടങ്ങ് കവർ ചെയ്തേക്കുവാണ്. എന്താ പറയുക, പ്രകൃതി അങ്ങ് കരിഞ്ഞു കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ താമസിക്കുന്നവരുടെയൊക്കെ ഒരു ഭാഗ്യം അല്ലേ. മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അവിടെ. എന്തായാലും താമസിക്കാൻ പറ്റിയൊരു ഗ്രാമമാണ്. നല്ല അന്തരീക്ഷം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ്. അപ്പം മേത്തൊട്ടി ഗ്രാമത്തിൻ്റെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണേ.
ഉണ്ട്